എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്ന LD ക്ലർക്കിന്റെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിട്ടുപോയ അക്കം കണ്ടെത്തുക. 4, 10, 6, 13, 8 ഡാഷ്. എങ്ങനെയാണ് ഇത്? രണ്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് അല്ലെ. 4, 2, 6, 6, 2, 8 അങ്ങനെയാണ് ഇത് പോണത്. ഇനി ഇവിടുന്ന് എന്താണ്? 10ഉം 3ഉം ആണ് 13. അപ്പൊ ഇനി 3 കൂട്ടിയ എന്താണ്? 16. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 50 മൈനസ് 15/3 ഇൻറ്റു 10 പ്ലസ് 27 എത്ര? ബോർഡ് മാസ് റൂള് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇല്ലാച്ചെങ്കിൽ പിന്നെ തുടങ്ങേണ്ടത് ഡിവിഷൻ ആണ്. അപ്പൊ 15/3 എത്രയാണ്? 5 ആണ് അല്ലെ. അപ്പൊ 50 മൈനസ് 5 ഇൻറ്റു 10. അപ്പൊ ഇനി ഇൻറ്റു ആണ് നമ്മൾ ചെയ്യേണ്ടത്. 5 ഇൻറ്റു 10 എത്രയാണ്? 50. അപ്പൊ 50 മൈനസ് 50 എത്രയാണ്? 0 ആയി അല്ലെ. അപ്പൊ 27. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5/4 ഇൻറ്റു 5/3 ബൈ 5/7 എത്ര? അതായത് a/m ഇൻറ്റു a/n എന്ന് പറയുന്നത് എങ്ങനെയാണ്? a/m+n ആണ്. a/m ഡിവൈഡഡ് ബൈ a/n ആവുമ്പോഴോ a/m-n ആണ്. അപ്പൊ ഇതില് നമുക്ക് എന്താ എഴുതാം? 5/4 ഇൻറ്റു 5/3 എത്രയാവും? 5/4+3 അതായത് 5/7. ഇവിടെയോ 5/7 ഉണ്ട് അല്ലെ. അപ്പൊ 5/7 മൈനസ് 7 എന്ന് വരും. അതായത് 5/0. ഏത് സംഖ്യ റേസ് 0 ആയാലും 1 ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 2/10 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2/11 ആണ്. അപ്പൊ എക്സ് എങ്ങനെ കിട്ടും? 2/11 2/10 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്താണ്? ഇതിൽ രണ്ടിലും 2/10 കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 2/10 ഇൻറ്റു 2 മൈനസ് 1 അത് എത്രയാണ്? 2/10 ഇൻറ്റു 1 എന്ന് വരും. അതായത് 2/10. അപ്പൊ എന്താണ്? 2/10 കൂട്ടിയാലാണ് 2/10നോട് 2/10 തന്നെ കൂട്ടിയാലാണ് 2/11 കിട്ടുക. ഇനി ആൻസർ എങ്ങനെയാണ് നമ്മൾ നോക്കണേ? 2/10 പ്ലസ് 2/10 രണ്ടിലും കോമൺ ആയിട്ട് 2/10 ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ 1 പ്ലസ് 1 അതായത് 2. അപ്പൊ 2/10 ഇൻറ്റു 2/1 അത് എത്രയാണ്? 2/10 പ്ലസ് 1 2/11 കിട്ടിയല്ലോ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3x ഈക്വൽ ടു 729 ആയാൽ 3x-1 എത്ര? അതായത് 3x-1 നമുക്ക് എന്താ എഴുതാം? 3x/3/1 അല്ലെ. അതായത് 3. അപ്പൊ എങ്ങനെയാണ്? 3x നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 729 അന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 729നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി അല്ലെ. അപ്പൊ എങ്ങനെയാണ്? 3 6, 12 4 3 12 3 9. അപ്പൊ 243 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a/b ഈക്വൽ ടു 2:5 b/c ഈക്വൽ ടു 4:3 ആയാൽ a/b/c. ഇതിലെ a/b/c എന്ന് പറയുന്നത് നമ്മൾ ഒരേപോലെ എഴുതണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഉള്ള b തുല്യാക്കണം. അതായത് b/c എന്ന് പറയുന്നത് 4:3 അല്ലേ. a/b എന്ന് പറയുന്നത് 2:5 ആണ്. ഈ 5ഉം ഈ 4ഉം തുല്യാക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം 5 കൊണ്ട്, ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 8:20. പിന്നെ എന്താണ്? 20:15. അപ്പൊ a/b/c എന്ത് വരും? 8:20:15. അതായത് ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ് എത്ര? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണമാണ് കേട്ടോ. വിസ്തീർണമാണ്. അപ്പൊ ഇത് രണ്ട് നമ്മൾ ചതുരങ്ങളാക്കി മാറ്റി. ചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള വാക്യം എന്താണ്? നീളം ഇൻറ്റു വീതിയാണ് അല്ലെ. നീളം ഇൻറ്റു വീതിയാണ്. അപ്പൊ ഈ ഒരു ചെറിയ ചതുരത്തിന്റെ വിസ്തീർണം എങ്ങനെയാ കാണുക?
അതായത് ഇതുവരെ 3 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താവും? 3 കാരണം ആകെയുള്ളത് 6 ഇവിടം വരെയുള്ളത് 3 അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 3 അപ്പൊ 3 × 2 എത്രയാണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ വിസ്തീർണം. ഇനി ഈ ഒരു ചതുരത്തിന്റെ വിസ്തീർണം എങ്ങനെ കാണാം? 10 സെന്റിമീറ്റർ ആണ് ഇവിടെ 3 സെന്റിമീറ്ററും. അപ്പൊ 10 × 3 30 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ രണ്ടും കൂടി എത്ര വരും? 30 + 6 36 സെന്റിമീറ്റർ സ്ക്വയർ. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 35, 28, x, 42, 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിന്റെ വില എന്ത്? അതായത് എങ്ങനെയാണ് കാണുക? ഇതിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം അല്ലെ? ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ? നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ് ഉള്ളത് എന്ന് വിചാരിച്ചാൽ, അതായത് ഇതിൽ 5 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ ടോട്ടൽ ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നതാണ് 36. അപ്പൊ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിനെല്ലാത്തിനും കൂട്ടണം അല്ലെ? 32, 8, 40, 20, 60, 60, 40, 100, 102, 102, 5, 107, 107, 30, 137 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 36. അപ്പൊ ഞാൻ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോയി 36 × 5 വരും അല്ലെ? അത് എത്ര വരെ? 6 5 30, 3 3 5 15 15 3 18 180 മൈനസ് ഇത് അല്ലെ 137. അത് എത്രയാണ്? 3 43 അല്ലെ? ആൻസർ വരെ 43 ആണ്. അപ്പൊ 180നെ 137 180 137 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, 0 നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്നാണ് എടുക്കണേ. അപ്പൊ ഇവിടെ 7 ആവും, ഇവിടെ 10 ആവും അല്ലെ? 10 - 7 എത്രയാണ്? 3. 7 - 3 എത്രയാണ്? 4. 1 - 1 0. അങ്ങനെയാണ് 43 കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 + 2/3 പ്ലസ് 2 + 1/2 പ്ലസ് 3 + 1/3 എത്ര? ഇത് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ പൂർണ്ണസംഖ്യകളെ മുഴുവൻ കൂട്ടുക. അതായത് 1 2 3 3 3 6 6 ഉണ്ട്. പിന്നെ എന്താണ്? 2/3 പ്ലസ് 1/2 പ്ലസ് 1/3. നോക്കൂ, ബൈ 3 ഉള്ളത് 2/3 1/3. അതായത് 2 1 3 3/3. അതായത് 1 1 പ്ലസ് അര. അപ്പൊ 1.5 വരിക. 6ഉം 1.5, അതായത് 7.5. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഇത് ഡിലീറ്റ് ചെയ്തതാണ്, കാരണം 49 എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടാവും. അതായത് ഒരെണ്ണത്തിന്റെ സ്ക്വയർ ആണ്, ബാക്കിയൊന്നും സ്ക്വയർ അല്ല. പിന്നെ എന്താണ്? 29 എന്നുള്ളത് വേണമെങ്കിൽ ആക്കാം. കാരണം എന്താണ്? ഇത് ഒരു അഭാജ്യ സംഖ്യയാണ്, മറ്റേതെല്ലാം ഭാജ്യസംഖ്യകളാണ്. അപ്പൊ 2 തരത്തില് ആൻസർ പറയാം നമുക്ക്. അതുകൊണ്ടായിരിക്കാം അവര് ഒഴിവാക്കിയുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 8-മതുമായാൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇങ്ങനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരേ ആളെ തന്നെയാണ് പറയണതെങ്കിൽ നമ്മൾ 9 + 8, അതായത് 2 റാങ്കുകളും കൂട്ടുക, -1 ചെയ്യുക. അതായത് 9 8 17 -1 16 ആൾക്കാരാണ് അതിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന്, ഇവിടെയാണ് എ എന്ന് വിചാരിക്കുക, 25 മീറ്റർ മുന്നോട്ട് നടന്നു. 25 മീറ്റർ നടന്നു. പിന്നെ എന്താ? ബിയിലെത്തി. ബിയിൽ നിന്ന് ഇടത്തോട്ട് 10 മീറ്റർ, ഇങ്ങോട്ട് 10 മീറ്റർ അല്ലെ? അപ്പൊ സിയിലെത്തി. ഇവിടെ സി ആണെന്ന് വിചാരിച്ചു. ഇനി സിയിൽ നിന്ന് വലത്തോട്ട് 20 മീറ്റർ, അപ്പൊ ഇങ്ങോട്ട് 20 മീറ്റർ. ഇനി എന്താ പറഞ്ഞേ? ഡിയിലെത്തി. ഡിയിൽ നിന്ന് വീണ്ടും 10 മീറ്റർ വലത്തോട്ട്, അതായത് ഇങ്ങോട്ട് എത്തി. അപ്പൊ ഇവിടെ എത്തി അല്ലെ? 10 മീറ്റർ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം, അതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ദൂരമാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെ 25 ആണെന്ന് കിട്ടി, ഇവിടുന്ന് ഇവിടം വരെ 20 ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെയും 20 ആവും അല്ലെ? 25ഉം 20ഉം കൂടി കൂട്ടി എത്രയാണ്? 45. അപ്പൊ 45 മീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയായാൽ 2020 മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണ്?
അതായത് 2020 ആദ്യം അത് ലീപ്പ് ഇയർ ആണെന്ന് നോക്കുക. ലീപ്പ് ഇയർ ആണ് അല്ലെ, 4ന്റെ ഗുണിതമാണ് അവസാനത്തെ രണ്ട് സംഖ്യകള്. അല്ലെങ്കിൽ 2 0 വന്നാലും നമുക്ക് എന്ത് വരാം, അതൊരു ലീപ്പ് ഇയർ ആയിട്ട് വരാം, അതായത് അതിവർഷമായിട്ട് വരാം. അപ്പൊ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29 ദിവസമാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ 1-ാം തീയതി എന്താന്ന് പറഞ്ഞു? ശനിയാഴ്ചയാണെന്ന് പറഞ്ഞു, ഫെബ്രുവരി 1. അപ്പൊ അടുത്ത ശനി എത്ര വരിക? 1ഉം 7ഉം 8-ാം തീയതിയാണ് വരിക. പിന്നെ 15-ാം തീയതിയാണ് വരിക. അതായത് 7 കൂട്ടിയാലാണ് നമുക്ക് ആ ആഴ്ച തന്നെ വരിക. അപ്പൊ 15 7ഉം 22, 22 7ഉം 29. അപ്പൊ 29 ഫെബ്രുവരി എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. പിന്നെ പിന്നത്തെ ദിവസമാണ് മാർച്ച് 1 അല്ലെ. മാർച്ച് 1 അപ്പൊ എന്താവും? ശനി കഴിഞ്ഞ ഞായറാഴ്ചയാവും. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യയാകുന്നത്. നോക്കൂ, എ ഒരു ഒറ്റ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചിങ്ങ, ഇപ്പൊ എക്സ് ആണെന്ന് വിചാരിക്കുക. അടുത്ത ഒറ്റ സംഖ്യ എന്താ വരിക? എക്സ് പ്ലസ് 2 അല്ലെ. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യകളാണ് വെച്ചെങ്കിൽ ഈ ഒറ്റ സംഖ്യയില് ഡിവൈഡഡ് ബൈ 2 കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരെണ്ണാണ് ബാക്കി ഉണ്ടാവുക അല്ലെ. ഈ ഒരൊറ്റ സംഖ്യയിലും ബാക്കി ഉണ്ടാവും, ഈ ഒരൊറ്റ സംഖ്യയിലും ബാക്കി ഉണ്ടാവും. അപ്പൊ അത് തമ്മിൽ കൂട്ടിയ എന്താവും? 2 ആവും. അത് ഇരട്ട സംഖ്യയാവും അല്ലെ. അപ്പൊ എ പ്ലസ് ബി വന്നാലാണ് എന്താവണത്? ഇരട്ട സംഖ്യ ആവുന്നത്. എയും ബിയും ഒറ്റ സംഖ്യയായാൽ എ പ്ലസ് ബി വന്നാ അത് ഇരട്ട സംഖ്യയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 സ്റ്റാർ 34 സ്റ്റാർ 41 375. ഇതെങ്ങനെയാ ചെയ്യണത്? 1ഉം 2ഉം 3ആണ്, 3ഉം 4ഉം 7ആണ്, 4ഉം 1ഉം 5ആണ്, 375. അങ്ങനെയാണ് ഈ 375 കിട്ടിയത്. അപ്പൊ ഇവിടെ എന്താണ്? 5ഉം 3ഉം 8, 8ഉം 1ഉം 9, 6ഉം 2ഉം 8, 898 കിട്ടി. അപ്പൊ ഇതേപോലെ 4ഉം 3ഉം 7, 5ഉം 2ഉം 7, 1ഉം 3ഉം 4, 774 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര? അതായത് പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണമാണ്. വിസ്തീർണം എന്ന് പറഞ്ഞാൽ ചതുരാകൃതി എന്ന് പറഞ്ഞാൽ വിസ്തീർണം നീളം ഇൻറ്റു വീതിയാണ് അല്ലെ. നീളം ഇൻറ്റു വീതി. വിസ്തീർണം എത്രയാന്ന് തന്നിട്ടുണ്ട്? 1500 തന്നിട്ടുണ്ട്. നീളം എത്രയാന്ന് തന്നിട്ടുണ്ട്? 50 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വീതി കണ്ടുപിടിച്ചൂടെ? വീതി എന്താവും? വീതി എന്ന് പറയുന്നത് 1500 ബൈ 50 അല്ലെ. അത് എത്രയാണ് വരിക? അതായത് 30 എന്ന് വരും അല്ലെ. 30 എന്ന് വരും. പിന്നെ എന്താണ്? 30 എന്ന് പറഞ്ഞാൽ വീതി 30 ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ചുറ്റും വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ചുറ്റളവ് കിട്ടണം. ചുറ്റളവ് എങ്ങനെയാ കാണുക? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് അല്ലെ. 2 നീളങ്ങളും 2 വീതികളും തമ്മിൽ കൂട്ടിയാലാണ് നമുക്ക് ചുറ്റുമുള്ള അളവ്. അതായത് ഇങ്ങനെയുള്ള ഒരു ചതുരമാണെങ്കിൽ ഇത് നീളും ഇത് വീതിയാണ് അല്ലെ. ഇത് വീതിയാണ്. ഈ 2 നീളങ്ങളും കൂട്ടി ഈ 2 വീതികളെയും കൂട്ടിയാലാണ് നമുക്ക് ചുറ്റുമുള്ള അളവ് കിട്ടുന്നത്. അതാണ് 2 ഇൻറ്റു നീളം പ്ലസ് വീതി എന്ന് പറഞ്ഞത്. അപ്പൊ 2 ഇൻറ്റു നീളം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വീതി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 80, അതായത് 160. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 9 മണിയായാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ. 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് നിൽക്കുക അല്ലെ. 12ലേക്കും 9ലേക്കും ആണ് നിൽക്കുക. അപ്പൊ ഈ കോൺ എത്രയാ വരും? 90 ഡിഗ്രിയാണ് വരിക. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പൊ 9ലായാലും 3ലായാലും അങ്ങനെ തന്നെയാണ് വരിക. 3 12ലും വരുമ്പോ ഇവിടെയുള്ള കോൺ വരിക 90 ഡിഗ്രിയാണ്. ഇനി നെക്സ്റ്റ് എന്താ വരിക? സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു. എന്നാൽ വിറ്റ വില എത്ര? അതായത് വാങ്ങിയ വില എത്രയാണ്? 1500 രൂപ.
അതിന്റെ എത്ര ശതമാനം ലാഭത്തിലാണ് വിറ്റത്? 15%. അപ്പൊ 100% കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു 15% കൂടി കിട്ടിയപ്പോഴാണ് ലാഭം 15% ആയത്. അപ്പൊ 100ഉം 15ഉം 115%-ത്തിനാണ് വിറ്റുണ്ടാവുക അല്ലെ? അപ്പൊ 1500ന്റെ 115% കണ്ടാ മതിയില്ലേ? അപ്പോഴല്ലേ നമുക്ക് വിറ്റ വില കാണാ. അപ്പൊ 115 ഇൻറ്റു 15 ചെയ്താൽ മതി. 15നെ 10 + 5 എന്നാക്കിയൂടെ? അപ്പൊ എങ്ങനെയാ? 1150 പ്ലസ് 5 25 2 7 5 575 കൂടി. അപ്പൊ എത്ര വരും? 5 7 5 12 1 7 1725. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 72 km/h വേഗതയിൽ കാർ ഓടിക്കുന്നു എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര? അതായത് നമുക്ക് കാണേണ്ടത് എന്താണ്? 75 km/h ആണ് അയാളുടെ വേഗത എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ 1 മണിക്കൂർ 1 അവറില് 75 കിലോമീറ്റർ ആണ്. അപ്പൊ 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ്. 60 മിനിറ്റില് 75 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിൽ എത്ര ആയിണ്ടാവും? 75/60 അല്ലെ? അപ്പൊ 50 മിനിറ്റിൽ എത്ര വരും? 50 ഇൻറ്റു 75/60. 75/60 ഇൻറ്റു 50. അത് എത്രയാണ് വരിക? 5 25 2 7 35 2 37/6. 6 6 36. 15ല് 26 12. 30 പോയിന്റ് ഇടുക. പിന്നെ 30ല് 6 30. അപ്പൊ 62.5 കിലോമീറ്റർ എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എങ്കിൽ 375നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നാഗ്പൂർ എന്നതിനെ OBHQVS എന്ന് പ്രതിനിധീകരിച്ചാൽ MVDLOPX എന്നത് ഏത് നഗരത്തെ പ്രതിനിധീകരിക്കുന്നു? നോക്കൂ എങ്ങനെയാണ്. ഇതാണ് തന്നിരിക്കണേ നമുക്ക് അല്ലെ? M ആണ്. അപ്പൊ ഓടെ മുന്നേ ഉള്ളതാണ് N അല്ലെ? അപ്പൊ എമ്മിന്റെ മുന്നേ ഉള്ളത് ഏതാണ്? L. വിയുടെ മുന്നേ ഏതാണ്? അതല്ലേ അങ്ങനെയല്ലേ എഴുതിക്കണേ? ബിയുടെ മുന്നേ A, Hന്റെ മുന്നേ G. അപ്പൊ മുന്നേ ഉള്ളതാണ് എഴുതിക്കണേ. അപ്പൊ വിയുടെ മുന്നിലുള്ളത് ഏതാണ്? വിയുടെ മുന്നേ U. പിന്നെന്താണ്? ഡിയുടെ മുന്നേ C. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലെ? ഇതുവരെ ചെയ്യാൻ കാരണം LU എന്നുള്ളത് രണ്ടിലും കോമൺ ആണ്, എയിലും ഡിയിലും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ചെയ്യേണ്ടി വന്നത്. സി വന്നപ്പോ തന്നെ പിന്നെ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, എ എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.